പ്രേക്ഷകർക്ക് മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു പൂവ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യങ്ങളെക്കുറിച്ച് പറയാം. ഇഷ്ട വ്യക്തിയോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ നീല പുഷ്പമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ചില സൗഭാഗ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ഒരു കാലഘട്ടം അതിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കുക, എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പോലും യാതൊരു ആത്മവിശ്വാസവും ഇല്ല. ആളുകൾ നിങ്ങളെ വല്ലാതെ തിരസ്കരിച്ചിരിക്കുന്നു, നിരാകരിച്ചിരിക്കുന്നു, അവഗണിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഒരു നേട്ടവും ഒരു മുന്നേറ്റവും ആരും കാണുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അത് അവരുടെ നിഗമനം മാത്രമാണ്, അവരുടെ ചിന്ത മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയോടെ മുന്നേറാൻ സാധിക്കും. ജീവിതത്തിൽ വിജയം നിങ്ങളുണ്ടാക്കും. എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നിങ്ങൾ വിജയിക്കും. ആരും നിങ്ങളിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ പ്രണയമാണെങ്കിലും നിങ്ങളുടെ കരിയറാണെങ്കിലും നിങ്ങളുടെ ജീവിതമാണെങ്കിലും അത് കൃത്യമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന രീതിയിൽ ചിലർ നിങ്ങളെ എഴുതിത്തള്ളിയിരിക്കുന്നു. ആ എഴുതിത്തള്ളിയിരിക്കുന്ന അത് നിങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. എനിക്കിനൊന്നും സാധിക്കില്ല, എനിക്കിനി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സും മാറിയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയോടെ നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ, അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി വിജയിക്കുന്നൊരു തലത്തിലേക്ക് എത്താൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് ഒരു വിജയമാകാൻ പോകുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചു. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങളെ തിരസ്കരിച്ചവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെത്തുന്നു. നിങ്ങൾ വിജയിക്കില്ല, നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് കരുതി ഇരുന്ന ആളുകളും അങ്ങനെ കരുതിയിരുന്ന സമയങ്ങളും മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു. ആ പോസിറ്റീവ് എനർജിയുടെ ശക്തിയാൽ നിങ്ങൾ കൃത്യമായി മുന്നേറുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തമായ രീതിയിലൊരു മുന്നേറ്റത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു. ഇതുവരെ നിങ്ങൾ കരുതിയിരുന്നത് ജീവിതത്തിൽ ആളുകൾ പറയുന്നത് പോലെ, ആളുകൾ നിങ്ങളെ തിരസ്കരിച്ചതുപോലെ നിങ്ങൾ പരാജയപ്പെടുമെന്നാണ്. പക്ഷേ ഏത് കാര്യത്തിലാണോ ആളുകൾ നിങ്ങളെ തിരസ്കരിച്ചത്, ഏത് കാര്യത്തിലാണ് നിങ്ങൾ പിന്നോക്കം പോയത്, അല്ലെങ്കിൽ ഏത് കാര്യമായിരുന്നോ നിങ്ങളെ പിന്നോട്ടടിച്ചിരുന്നത്, നിങ്ങളുടെ ഏത് സ്വഭാവമാണോ നിങ്ങളെ പിന്നോട്ടടിച്ചിരുന്നത്, അതേ കാര്യം കൊണ്ട് തന്നെ വലിയ വിജയങ്ങളുണ്ടാവും. വലിയ വിജയമെന്ന് പറഞ്ഞാൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയത്തിലേക്ക് നിങ്ങൾ എത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആർക്കും നിങ്ങളെ അനുകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിജയത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്ന മഹത്തായ ശക്തിയാൽ എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നു. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. നിങ്ങളുടെ ശക്തി ആളുകൾ കാണാൻ പോകുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി നേടിയ വിജയം അത് നിങ്ങൾക്ക് ഭദ്രമായിട്ട് ലഭിക്കുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കുന്നു. ആ ശക്തിയിൽ നിങ്ങൾക്ക് പരിപൂർണമായ വിജയം ഉണ്ടാകുന്നു. പരിപൂർണമായ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഗണിച്ചവർ നിങ്ങളുടെ വിജയം കണ്ട് കൊതിക്കുന്ന അവസ്ഥ ഉണ്ടാകും. നിങ്ങൾക്കത് കാണാൻ കഴിയും. രണ്ടാമത്തെ പുഷ്പം പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ്. എപ്പോഴും ജീവിതത്തിൽ നിങ്ങളുടേതായ ഒരു നിലവാരം എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കും. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പലതും പറയും. നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യതയില്ല, നിങ്ങൾ വിജയിക്കില്ല. പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. വിജയിക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. അവരുടെ ചിന്താഗതികളും അവരുടെ അടിച്ചിരുത്തലുകളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളോട് ശത്രുത ഉള്ളതുകൊണ്ട്, നിങ്ങളോട് അസൂയ ഉള്ളതുകൊണ്ട് അവർ നിങ്ങളുടെ വിജയത്തെ എതിർക്കുകയും നിങ്ങൾ വിജയിക്കില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ ചിന്താഗതി മാത്രമാണ്. അവർ വിജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിൽ നിന്ന് ലഭിക്കും. കാരണം
നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ആദ്യത്തെ പയലുകാരെ പോലെയുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. കൃത്യമായിട്ട് ആളുകളൊക്കെ നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. കൃത്യമായിട്ട് ആത്മവിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും വിജയിക്കാനുള്ളൊരു സാധ്യത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ആ വിജയ സാധ്യതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യും. അത് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. പരിപൂർണമായിട്ട് നിങ്ങൾ വിജയിക്കുകയും നിങ്ങൾക്ക് ആ വിജയം ആഘോഷിക്കാനും പറ്റുകയും ചെയ്യും. മറ്റുള്ള ആളുകൾക്ക്, നിങ്ങളോട് ശത്രുത കാണിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടറിയാം നിങ്ങൾ വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഉടമയാണെന്നും നിങ്ങൾ എത്ര അടിച്ചിരുത്തിയാലും വിജയിക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ അവരൊരു ശ്രമം നടത്തുന്നതാണ്. മാത്രമല്ല, നിങ്ങളെ അനുകരിക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ഒരു മാസ്റ്റർ പീസ്, നിങ്ങളുടേതായിട്ടുള്ള കഴിവും ആത്മവിശ്വാസവും പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഏത് ദുർഘടഘട്ടത്തിലും ഏത് വെല്ലുവിളികളും തന്മയത്വത്തോടെ നേരിടാൻ നിങ്ങൾക്കറിയാം. നിങ്ങളെ അവഗണിക്കുന്ന ആളുകൾ നിങ്ങളുടെ വിജയം, ഭാവിയിലുണ്ടാകുന്ന വിജയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ചില ആളുകൾ നിങ്ങളെ എതിർക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളോടുള്ളവർക്കുള്ള കമ്മിറ്റ്മെൻറ്റാണ്. കാരണം ശത്രുക്കൾ അവരിൽ ഉയർത്തിയിട്ടുള്ള ദുസ്വാധീനം കൊണ്ട് അവർക്ക് ചിലർ നിഷ്കളങ്കമായിട്ട് പോലും നിങ്ങളെ എതിർക്കുന്നുണ്ട്. നിങ്ങളുടെ വിജയം വന്നു കഴിയുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ വിജയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ശത്രുക്കളുടെ ദുസ്വാധീനത്തിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളെ തിരിച്ച് ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ അനുകൂലമായിട്ട് പോവുകയും ചെയ്യും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ ഉള്ള ആ എതിർപ്പ് നിങ്ങൾ പരിഗണിക്കേണ്ട. നിങ്ങൾ വിജയിക്കുമെന്ന് കാണുമ്പോൾ ഇപ്പോൾ എതിർക്കുന്ന ഒരു 90% ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ അനുകൂലിക്കാനെത്തും. കാരണം അവർ വിജയിക്കുന്നവരെ പിന്താങ്ങുന്നവരാണ്. നിങ്ങളുടെ ഈ ബദ്ധശത്രുക്കളായിട്ടുള്ള ഒരു 10% പേര് മാത്രമേ നിങ്ങളെ എതിർക്കുന്നുള്ളൂ. അവർ നിങ്ങൾ വിജയിച്ചാലും എതിർക്കും. അവർക്ക് നിങ്ങളുടെ വിജയം ഉറപ്പുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ ആത്മവിശ്വാസം നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്കുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ വിജയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അത് സാധിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാനില്ല. നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് വിജയിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും. എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നിങ്ങളുടേതായ ശൈലിയിൽ, നിങ്ങളെ അനുകരിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം നിങ്ങൾ വ്യത്യസ്തമായ ഒരു ശൈലി പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ആ ശൈലി കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ തീർച്ചയായിട്ടും കഴിയും. അത് നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു നിർണായകമായൊരു കാര്യമാണ്. അപ്പോൾ ആ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. നിങ്ങൾ ആ വിജയത്തെ ഉൾക്കൊള്ളുക. ആ വിജയം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.